ഹോം ലോൺ എടുക്കുന്ന പ്രക്രിയയെ പൂർണ്ണമായി മനസ്സിലാക്കുക വളരെ പ്രധാനമാണ്. ആദ്യം ബാങ്ക് പരിശോധിക്കുന്നത് നിങ്ങളുടെ യോഗ്യതയാണ്. മാസവരുമാനം എത്രയാണ്? ക്രെഡിറ്റ് സ്കോർ 750-ന് മുകളിലാണോ? ജോലിയിലെ സ്ഥിരത എത്രമാത്രമാണ്? നിലവിൽ എത്ര ഭാരമുണ്ട്? ഇവയെ അടിസ്ഥാനമാക്കി റീപേയ്മെന്റ് കപ്പാസിറ്റി ബാങ്ക് നിർണ്ണയിക്കും. ശേഷം നിങ്ങൾ വാങ്ങുന്ന വീടിന്റെ രേഖകൾ ബാങ്ക് നിയമപരമായി പരിശോധിക്കും. ടൈറ്റിൽ ഡീഡ്, ടാക്സ്, റെസിപ്റ്റ്, പെർമിറ്റ്, പ്ലാൻ എല്ലാം അഭിഭാഷകൻ വഴി പരിശോധിക്കും. വസ്തുവിന് കേസ് ഉണ്ടോ, പ്രീവിയസ് ചാർജ് ഉണ്ടോ, മോർഗേജ് ഹിസ്റ്ററി ഉണ്ടോ എന്നും ഉറപ്പാക്കും. തുടർന്ന് ബാങ്ക് വാല്യുവേഷൻ ചെയ്യും. വീടിന്റെ മാർക്കറ്റ് വില, സ്ഥലം, കെട്ടിടത്തിന്റെ നിലവാരം, റോഡ് സൗകര്യം എന്നിവ പരിശോധിച്ച് ബാങ്ക് മൂല്യം കണക്കാക്കും. ഇതനുസരിച്ചാണ് ലോൺ ടു വാല്യൂ ശതമാനം നിശ്ചയിക്കുന്നത്. സാധാരണ 75 മുതൽ 90% വരെ മാത്രം ബാങ്ക് ലോൺ നൽകും. ശേഷിക്കുന്ന തുക നിങ്ങൾ ഡൗൺ പേയ്മെന്റ് ആയി അടയ്ക്കണം. പിന്നീട് ബാങ്ക് സാങ്ഷൻ ലെറ്റർ നൽകും. ഇതിൽ പലിശ നിരക്ക്, കാലാവധി, തുക, പ്രോസസ്സിംഗ് ചാർജ് എല്ലാം വ്യക്തമാകും. നടുവിലെ ഘട്ടത്തിൽ നിങ്ങൾ ലോൺ അഗ്രിമെന്റ് ഒപ്പിടണം. ഇതാണ് നിയമപരമായ ഏറ്റവും പ്രധാന രേഖ. അവസാന ഘട്ടം ഡിസ്ബേഴ്സ്മെന്റ് ആണ്. വീട് രജിസ്റ്റർ ചെയ്ത ശേഷം ബാങ്ക് സെല്ലിന് പണം വിടുകയും രേഖകൾ മോർഗേജ് ആയി കൈവശം വയ്ക്കുകയും ചെയ്യും. അതിനുശേഷം ഓട്ടോ ഡെബിറ്റ് ആയി ആരംഭിക്കും. ബർഡൻ വരുമാനത്തിന്റെ 60%-ന് മുകളിലാകരുത്. കഴിയുമ്പോഴെല്ലാം പാർട്ട് പേയ്മെന്റ് ചെയ്ത് പലിശ കുറയ്ക്കുക. ഹോം ലോൺ ശരിയായ രീതിയിൽ എടുക്കുന്നത് ഒരു കുടുംബത്തിന്റെ സാമ്പത്തിക യാത്ര മുഴുവൻ മാറ്റിമറിക്കും. കാരുണ്യ ഫിനാൻസ് മീഡിയ നിങ്ങളുടെ സാമ്പത്തിക ചിന്തകളെ പുതിയ വിവരങ്ങൾ അറിയാൻ നിങ്ങളുടെ വിരൽത്തുമ്പിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.